ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു മട്ടൻ കുറുമയുടെ റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഒരു ചിക്കൻ കുറുമ അതുപോലെ എഗ്ഗ് കുറുമ ഇട്ടിട്ടുണ്ട്. രണ്ടും കിടിലൻ ടേസ്റ്റാണ്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതുപോലെ മട്ടൻ ഇഷ്ടമുള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു മട്ടൻ കുറുമയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഈ മട്ടൻ കുറുമയ്ക്കകത്ത് ഞാനീ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കണം. അതുപോലെ മറ്റൊരു കാര്യം, ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതായത് മസാല പൊടികൾ ചേർക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കിട്ടാൽ മതി. പക്ഷെ അത് വീഡിയോയിൽ കട്ടായിപ്പോയി, അത് ക്യാമറ അത് റെക്കോർഡായില്ല ആ സമയത്ത്. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ചേർക്കണം. അപ്പം അത് ഞാൻ ഇവിടെയും പറയുന്നുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ ആ ചേർക്കേണ്ട സ്ഥലത്ത് കൂടെ ഞാൻ എഴുതി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അത് ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാനിതിൽ പെരിഞ്ജീരകമാണ് മസാലയായിട്ട് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് മാത്രം മട്ടന് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുറച്ച് മതി ഗരം മസാലയും കൂടെ ആ മസാല ചേർക്കുമ്പോൾ ചേർക്കാം. വേണമെങ്കിൽ മതി. അപ്പോൾ 1/2 ടീസ്പൂൺ തന്നെ വേണമെന്നുള്ള ഒരു 1/4 ടീസ്പൂൺ ആയാലും മതി കേട്ടോ. അത് ഈ പെരിഞ്ജീരകത്തിൻ്റെ മാത്രം ടേസ്റ്റ് മട്ടൻ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ഗ്രേവിയൊക്കെ അടിപൊളിയാണ്. അപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് പാലപ്പം അല്ലെ വെള്ളയപ്പം എന്തുണ്ടാക്കിയാലും ഈ ഒരു മട്ടൻ കുറുമ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു അടിപൊളി റെസിപ്പിയെ കാണുന്നവർ എല്ലാവർക്കും താങ്ക് യു. മട്ടൻ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ നല്ലതുപോലെ കഴുകി വാരി അത് വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്ത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മട്ടൻ കറിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മട്ടൻ്റെ ഉളുമ്പ് മണം പോകാൻ ഒരു കഷ്ണം കുടംപുളി ഇട്ട് നല്ലതുപോലെ 3-4 പ്രാവശ്യം തിരുമ്മി കഴുകിയാൽ മതി. അപ്പോൾ നല്ലതുപോലെ ആ ഉളുമ്പ് സ്മെല്ലൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 10-15 വെളുത്തുള്ളി, അതായത് 1 കുടം വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുത്താണ്. അതിൻ്റെ ഒരു പകുതിയോളം ഞാനിപ്പം ചേർത്ത് കൊടുക്കുവാണേ. 2 തണ്ട് കറിവേപ്പില, 1 നുള്ളു മഞ്ഞൾപ്പൊടി, അതിൽ കൂടരുതേ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പ്. ഇനി ഇത്രയും ചേർത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കണേ. ഇനി ഇത് അടച്ചു വെച്ച് 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടുപ്പിക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച മട്ടൻ മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റീമൊക്കെ അവിടെ നിന്ന് അങ്ങ് പോട്ടെ. ഇനി നമുക്ക് ഇവിടേക്ക് ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ മട്ടൻ കുറുമയ്ക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ എടുക്കുന്നത് നല്ലത് കേട്ടോ. നിങ്ങളുടെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം മറ്റേതെങ്കിലും എണ്ണ ഉപയോഗിക്കുക. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അതാ വലിയ ജീരകം പൊടിക്കാത്ത ഇട്ട് കൊടുക്കണേ. അതൊന്ന് മൂത്തിട്ട് ഒരു ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിതിലേക്ക് മറ്റ് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകം മൂത്തിട്ട് ഒരു ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 15 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞത്. ഇനി അത് ഒന്ന് വഴറ്റണം. കുറച്ച് സെക്കൻഡ് മതിയേ. ഇനി ഇത് ഒരു ഏകദേശം ഒന്ന് വാടിയ പരുവാകുമ്പോഴും, ഒരുപാട് വാടാൻ നിൽക്കണ്ട, ഒരു വാടിയ പരുവാകുമ്പോഴും ഇതിലേക്ക് നമുക്ക് 5 പച്ചമുളക് നെടുക കീറി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. ഇനി കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ഒരുപാട് നേരം വേണ്ട, കുറച്ച് നേരം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിൽ, ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട, അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
ഇനി തക്കാളി നല്ലതുപോലെ ഒന്ന് വാടണം കേട്ടോ. ഈ തക്കാളി ഏകദേശം ഒന്ന് വഴണ്ടതേ ഉള്ളൂ. നമുക്കിതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പകുതിയോളം അല്ലേ നമ്മൾ മട്ടൻ വേവിക്കാൻ നേരത്ത് ചേർത്ത് കൊടുത്തത്, അതിൻ്റെ ബാക്കി ഇപ്പം ചേർക്കാമേ. ഈ ജിഞ്ചറും ഗാർലിക്കും കൂടെ ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കിയത് നല്ലതുപോലെ ഇതിൽ കിടന്ന് പച്ചമണം മാറുന്നതിന് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഞാൻ ഏകദേശം ഇത്രയും വലിപ്പമുള്ള ഒരു കഷ്ണമാണ് ഇഞ്ചി എടുത്തത് കേട്ടോ. അതാണ് 15 അല്ലി വെളുത്തുള്ളിയുടെ ചേർത്ത് അരച്ചത്. മട്ടനൊക്കെ എന്ന് പറയുമ്പോഴുണ്ടല്ലോ നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടുതൽ ചേർത്താൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ തക്കാളി ഇത് നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ഞാൻ ചെറുതായിട്ട് നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം ഇട്ട് കൊടുക്കണം. ഏകദേശം ഇത്ര കേട്ടോ. ഇനി ഈ മല്ലിയിലയും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുവേ, കാരണം പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഈ മല്ലിയിലയും കൂടെ ചേർത്ത് ഇതിൽ വഴറ്റുമ്പോൾ നല്ലൊരു മണം. പലർക്കും മല്ലിയില അങ്ങനെ കറികൾ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ട്. പക്ഷേ മല്ലിയില ഈ കറിക്കകത്ത് സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം ഇതേപോലെ ഞാൻ വേറെ ചിക്കൻ കുറുമയും എഗ് കുറുമയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ മല്ലിയില വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്തവർക്കൊക്കെ അറിയാമല്ലോ. ഇനി നമുക്കിവിടെ തീ ഓഫാക്കാമേ. ഇത്രയും മതി. തീ ഓഫാക്കി ഇനി ഇതൊന്ന് ആറട്ടെ. തണുക്കുമല്ല, ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ആറിയിട്ട് നമുക്കിതിൻ്റെ പകുതി എടുത്ത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം. ഇപ്പം ഇത് ചൂടാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ ഞാനിങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് എടുക്കുവാണ്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുത്തോണ്ട് വരാമേ. ഒരു മീഡിയം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പം ഞാനത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അരച്ച് കൊണ്ടുവന്നത് അങ്ങ് ചേർക്കണം കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട്, അതായത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്, കാരണം നമ്മൾ അരച്ചതല്ല ചേർത്തിരിക്കുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഇളക്കണം. അപ്പോൾ ഇളക്കി വഴറ്റി നമ്മളിപ്പോൾ അരച്ച് ചേർത്തതിൽ എന്തായാലും ഒരു വെള്ളത്തിൻ്റെ അംശം പോലെ കാണുമല്ലോ, അത് ഒന്ന് വറ്റണം. അതായത് ചെറിയ രീതിയിലൊന്ന് എണ്ണ തെളിയുകയും ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. തീ വളരെ കുറച്ച് വെക്കണേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. ഇതൊന്ന് വഴറ്റി ഇതൊന്ന് മൂത്ത് പരുവാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ആ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാനിതിലേ ഈ മഞ്ഞൾപ്പൊടിയുടെ കാര്യം ഇത്രയും എടുത്തെടുത്ത് പറയാൻ കാര്യം, മഞ്ഞൾപ്പൊടി കൂടി കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു മഞ്ഞ കളറായിപ്പോവും കറിക്ക്. ഒരു ചെറിയൊരു മഞ്ഞയും അതുപോലൊരു ചെറിയൊരു പച്ചയും കൂടെ കലർന്ന ഒരു കളറാണ് വരേണ്ടത്. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പം ലേശം ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. പക്ഷേ ഇത് അടച്ച് വെച്ച് തിളപ്പിച്ച് എടുക്കുമ്പോഴായാലും ഇത് ഇച്ചിരി വെള്ളം കുറവായിരിക്കും. കാരണം ഇത് അരച്ച് ചേർത്തതല്ലേ, നമുക്ക് ഇച്ചിരി ഗ്രേവി വേണ്ടേ. അപ്പം നമ്മളൊരു കുറച്ച് ചൂടുവെള്ളം വേണം ചേർക്കാൻ, പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പം തന്നെ. ഞാൻ അളവ് കപ്പിന്, അതായത് 250 ml അളവ് കപ്പിന് കറക്റ്റ് 1 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അളവൊക്കെ എടുത്ത് പറയുന്നത് പറഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് ഒട്ടും മാറാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഉപ്പൊപ്പം ഞാൻ പരുവത്തിന് ചേർത്തല്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ചെറിയ തീയിൽ, അതായത് മീഡിയം ഫ്ലെയിമിലിരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു ഗ്രേവിയൊക്കെ കിട്ടുന്ന പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്, എന്നാലും നമുക്ക് ഗ്രേവി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയെങ്കിലും വേണം. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെക്കാം. 5 മുതൽ 7 മിനിറ്റ് വരെ ഇതൊന്നും ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ മട്ടൻ വേവിച്ചതാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഒരു 5-6 മിനിറ്റ് പറഞ്ഞത് കേട്ടോ.
അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിലാണ് അടച്ച് വെച്ചിരുന്നത്. നമുക്കിത് തുറക്കാമേ. ആഹാ, എന്തൊരു മണം! കാണാൻ തന്നെ എന്തൊരു ലുക്കാണ് നോക്ക്. നമ്മളൊഴിച്ച വെള്ളത്തിൻ്റെയൊക്കെ അളവ് കറക്റ്റാണ് കേട്ടോ. നമുക്ക് ഗ്രേവിയും കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഒരുപാട് വെള്ളം കൂടി പോയി കിട്ടില്ല. കാരണം നമ്മളിനി തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേ അപ്പോൾ അത് കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക. ഉപ്പും അതിൻ്റെ മസാലയൊക്കെ കറക്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മസാല എങ്ങാനും കുറഞ്ഞാൽ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് പെർഫെക്റ്റാണ്. നമ്മൾ അരച്ചും ചേർത്തിട്ടുണ്ട്, പിന്നെ പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തിക്കായിട്ടുള്ള, അതായത് കട്ടിയായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ തേങ്ങാപ്പാൽ കിട്ടത്തില്ല അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ മാത്രം പശുവും പാൽ ചേർത്ത് ഓഫാക്കാം കേട്ടോ. പച്ച പശുവും പാലാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. തീ കൂട്ടി വെക്കരുത്, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. തിളക്കി ഒന്നും ചെയ്യരുത്. ഇത് നല്ലതുപോലെ ചൂടായി. ഇത് നമുക്കിവിടെ തീ ഓഫാക്കാമേ. ഇപ്പം ഇത്രയും ഒരു ഗ്രേവിയുടെ കട്ടി മതി. ഇനി ഇത് തണുത്തത്, അതായത് ചൂടാറി കഴിഞ്ഞൊന്നും കുറുകത്തില്ല. അപ്പം വീണ്ടും ഗ്രേവി നല്ലതുപോലെ കുറുകിപ്പോവും. അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങ് തീ ഓഫാക്കാം. തേങ്ങാപ്പാലൊന്ന് ചൂടായി, നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് വിതറി കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ചേർക്കണ്ട. ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അരപ്പിടി പോലും ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. കാരണം ഒരുപാട് മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ മല്ലിയിലയുടെ ഒരു ഇത് രുചി മുന്നിട്ട് വയ്ക്കും. അപ്പം ഇത്രയും മതി. അപ്പം നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, 3 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും. ഇനി നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എങ്ങനെ പറയുക, സൂപ്പർ ടേസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങൾ ഈ ക്രിസ്മസിന് ഇത് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലപ്പോ മട്ടൻ കുറുമയാണ്. അപ്പം അല്ലെങ്കിൽ വെള്ളയപ്പായാലും മതി, പക്ഷെ പാലപ്പമാണ് ഇതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ. പിന്നെ ചപ്പാത്തി അതുപോലെ ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ബ്രെഡിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും അടുത്ത അടിപൊളി റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.